അപ്പൊ ഇന്നത്തെ ദിവസം ഡേറ്റ് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് അർജന്റീനയും സൗദി അറേബ്യന്റെ മാച്ച് ആവുന്ന ദിവസമാണ്. അർജന്റീന സൗദി അറേബ്യ ഗൈസ് അടിപൊളി ഗെയിം ആയിരുന്നു, ഒന്നും പറയാൻ വയ്യ. സെക്കൻഡ് ഹാഫ് ഫുള്ളി സൗദി അറേബ്യ കൊണ്ടുപോയി, ഡിഫൻസ് ഒക്കെ പൊളി പൊളി അടിപൊളി ഒരു ഗെയിം ആയിരുന്നു ഗൈസ്. ഞാൻ കുറെ ടൈം കണ്ടു. അപ്പൊ ഗൈസ് ഫസ്റ്റ് ഹാഫ് ഞാൻ ഇങ്ങനെ കേട്ടോ കണ്ടത്, നിങ്ങളിപ്പോ കാണുന്ന പോലെ. അപ്പോൾ സെക്കൻഡ് ഹാഫ് മുതലാണ് കണ്ടത്. സെക്കൻഡ് ഹാഫ് ഫുൾ സൗദി അറേബ്യന്റെ കയ്യിലായിരുന്നു ഗൈസ്. അടിപൊളി കളിയായിരുന്നു. പിന്നെ ഫുട്ബോളിലെ ഗൈസ് നമുക്ക് പറയാനില്ല, ഇനി 2 ഗെയിം വരാണ്ട്. അർജന്റീനൊന്നും അത്ര താഴ്ത്തി കെട്ടി പറയാൻ പറ്റുന്ന ടീമല്ല. ഇത് എന്തായാലും ചെറിയ സങ്കടത്തിലാണ്. അപ്പൊ ആ സങ്കടം ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനോട് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞ ഐസ്ക്രീം വേണമെന്ന്. അപ്പൊ ഇന്ന് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് നല്ലൊരു ഷോപ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഷോപ്പ് പോകാം. ഇതൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് ഞങ്ങളിത് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ മിഥുണ്ട്. മിഥുവിന്റെ അർജന്റീന നല്ല അടിപൊളിയായിട്ട് തോറ്റിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പോവാണ്. അപ്പൊ എവിടെ നമ്മൾ പോകണം? ഇതോ കോട്ടക്കൽ ഗൈസ് ഒരു അമൂലിന്റെ പാർലറിന്റെ ഒരു വീഡിയോ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റയിൽ കണ്ടു. അവര് നല്ല അടിപൊളിയായിട്ട് സദ്യ ഒക്കെ കൊടുത്തിരുന്നു. ഓണ ടൈമിൽ ഓണസദ്യ ഒക്കെ ആയിട്ട് ഐസ്ക്രീം കൊടുത്തിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫുട്ബോളിന്റെ എന്തോ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കാണാൻ പോവാം. നമ്മുടെ ആശിക്കുണ്ട്, ജോയിൻ ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് ഫോണായി കാണാം ഗൈസ്. ആശിക്ക് എത്തിയിരിക്കുന്നു, ക്യാമറമാനാണ്. അങ്ങനെ ഗൈസ് നമ്മൾ അമൂലിന്റെ കോട്ടക്കലിലെ പാർലറിൽ എത്തിയ പാടന്നെ നമ്മൾ ഒരു വേൾഡ് കപ്പിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മാജിക് ബോളും അതിന്റെ കൂടെ തന്നെ നമ്മളൊരു ഓണസദ്യ ഓർഡർ ചെയ്തിട്ടോ. നമ്മൾ ഓണസദ്യ കുറെ മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നു കഴിക്കാൻ, പക്ഷെ നമുക്ക് പോകാൻ പറ്റാത്ത കാരണം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ വേൾഡ് കപ്പിന്റെ സ്പെഷ്യലായ മാജിക് ബോൾ എത്തി. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. കാരണം അത് കൊണ്ടുവന്നത് എങ്ങനെയാ വെച്ചാൽ വൈറ്റ് ചോക്ലേറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ളൊരു കോട്ടിംഗ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു കേക്ക് പീസും പിന്നെ ഐസ്ക്രീമും ഒക്കെ പാടായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിച്ച മാജിക് ബോൾ സത്യം പറയാനുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അതിന് മിൽക്ക് മെയ്ഡിൻ്റെ ഫ്ലേവറൊക്കെ നല്ല വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ബോൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു. ഓണസദ്യ എത്തിയിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഈ ഒരു സാധനം ഓണസദ്യത്തിൽ നല്ല ടേസ്റ്റുള്ള ഒരു ലസ്സി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ എനിക്കതിൽ ഏറ്റവും കൂടുതൽ, എനിക്കും മിഥുനായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം അതായിരുന്നു കേട്ടോ. അതിലൊരു ഗ്ലാസ്സിൽ മിൽക്ക് മെയ്ഡ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ശരിക്കും ഓണസദ്യയിലുള്ള പോലെ തന്നെ നമ്മുടെ ചോറ്, കറി, അതേപോലെ തന്നെ അതിലേക്കുള്ള ബാക്കി കൂട്ടുകറികളും അതിൻ്റെ കൂടെ തന്നെ ഇതാ പേട എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറിജിനൽ പേട ഫ്ലേവർ ആട്ടോ. ഉള്ളിലുള്ള ഐസ്ക്രീം ആട്ടോ ഒക്കെ പേട ഫ്ലേവറാണ്. അങ്ങനെ ഗൈസ് വേൾഡ് കപ്പിന്റെ സ്പെഷ്യലായ ബോൾ ഐസ്ക്രീമും സദ്യയും ഒക്കെ കഴിച്ച് ആകെ കിക്കായി ഇരിക്കുമ്പോഴാണ് അവരുടെ മെനുവിലുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മൾ കണ്ടത്, ഷവർമ ഐസ്ക്രീം ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഷവർമ ഐസ്ക്രീം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പോയതല്ലേ വിചാരിച്ചു ഗൈസ്. അപ്പോൾ അതുപാട് ട്രൈ ചെയ്തു, വീണ്ടും ട്രൈ ചെയ്യാൻ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് വെയ്യാണ്ടായി ഗൈസ്. ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതന്നെ നമുക്ക് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്ത് പറഞ്ഞാലും ഗൈസ് ടേസ്റ്റ് വൈസ് ഒരു കുറ്റം പറയാൻ പറ്റില്ല. ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാൻ പറ്റും. കാരണം എല്ലാതും അടിപൊളിയായിരുന്നു ടേസ്റ്റിൽ.
നല്ല ടേസ്റ്റ് അടിപൊളിയായിരുന്നു. മെയിൻലി അവരെല്ലാത്തിനും മിൽക്ക് മേഡ് യൂസ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് നല്ല ഫീൽ ചെയ്യാം. പക്ഷേ അടിപൊളിയായിരുന്നു. എല്ലാവരും ഗോൾഡ് പൊളി സാധനം, എല്ലാവരും മസ്റ്റായി സാധനമാണ് ഗോൾഡ്. ചെറിയ പ്രൈസ് വരുന്നുള്ളൂ, 240 250 ആ റേഞ്ച് പ്രൈസ് വരുന്നുള്ളൂ. അടിപൊളിയായിരുന്നു. ഇതെന്താടാ അടിപൊളിയല്ലേ, നല്ല ഇറങ്ങിയാണ്. അപ്പൊ എന്തായാലും ഗൈസ് പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് തിരിച്ചു പോകുമ്പോഴാണ് ഇതേ നമ്മുടെ നാട്ടിൽ പുത്തനത്താണി അടുത്ത് കുട്ടികൾത്താണിയിൽ പുത്തനത്താണി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗൈസ് ഒരു എക്സ്പോ പോലത്തെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം മിഥുവിന് ഒരേ നിർബന്ധം കഴിച്ച് അവിടെ കയറണമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ കയറി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് കയറുമ്പോൾ ടിക്കറ്റ് ചാർജ് ഉണ്ട്. പിന്നെ ഗൈസ് ഈ ഫെസ്റ്റ് നടക്കുന്നതിന്റെ ഫസ്റ്റ് ദിവസമായിട്ട് ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ കുറേ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പല കളിക്കുന്ന പ്ലേ ഏരിയയിലൊക്കെ കുറേ ഗെയിംസ് ഒക്കെ ഓഫായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. ഹലോ ഗുഡ് മോർണിംഗ് അരാപ്പയ്മ. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ട് നമ്മളെ എക്സ്പോയിലുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ പൂച്ച സാർ നൈസായിട്ട് ആ കേജിൽ കൂടെ ചാടി നോക്കി. അതിന്റെ ഇടയിൽ ചെറിയ പരിക്കൊക്കെ പറ്റി തോന്നുന്നു. ആളെ ഒരു ഗ്യാപ്പിലൂടെയാണ് ചാടിയത്. അപ്പൊ മെയിൻ ആയിട്ട് ഗൈസ് ഇതേപോലത്തെ കുറച്ച് ആനിമൽസും പിന്നെ അതേപോലെ തന്നെ അക്വേറിയം ഫിഷസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ കുറച്ച് ഡമ്മി അനിമൽസിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റാൾസ് ഒന്നും അധികം ഓപ്പൺ ആയിട്ട് ഉണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റ് ഡേ പോയോണ്ട് തന്നെ. ശരിയാട്ടോ പറഞ്ഞ നമ്മൾ വരാൻ നിൽക്കുകയും കൂട്ടാൻ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കൂട്ടി. അപ്പൊ നമ്മൾ ഐസ്ക്രീം മേടിച്ചിട്ട് കിക്കായി വരികയാണ്. കറണ്ട് ഉണ്ടാവും, ഷോക്ക് ഉണ്ടാവും പോലെ അവിടെ ഒരു സ്മെല്ല്. ഓ ഓടിക്കാ ആക്ച്വലി ആനെ പോയിട്ട് വരാം. ഓ ഗൈസ് ഈ ഏരിയ വന്നിട്ട് മയിലൊക്കെ ഉണ്ട് ഇവിടെ. വാ പൊളി. അപ്പോൾ എന്തായാലും ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ദിസ് ഈസ് മീ മിഷൂസ് സൈനിങ് ഓഫ്.